ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. പണം നൽകാത്തതിനാൽ സീറ്റ് നിഷേധിച്ചുവെന്ന് ആരോപിച്ച മുതിർന്ന നേതാവ് മദൻ ഷാ വസതിക്ക് പുറത്ത് റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. സീറ്റിനായി സഞ്ജയ് യാദവ് എന്ന നേതാവ് 2.7 കോടി ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. ആദിമാ ദൃശ്യങ്ങളിലേക്ക്. संजय यादव टिकट बेचा है, हमका बोला कि 2 करोड़ 70 लाख दो, पैसा वापस कर देते हैं। बाप रे बाप, बाप रे बाप, हम बर्बाद हो गए। 2 बेटा बेटी हमारा शादी शादी करने वाला, हम शादी नहीं की, ना इलेक्शन लड़ेंगे, शादी करेंगे। लालू यादव बोले कि तुम बहुआ तू फिर इलेक्शन लड़ेंगे। बाप रे, तू कम वोट से हारल बड़े, तू सीट निकाल दे। बाप रे बाप, चोरा के टिकट दिया हो गया, टोटल चोरा के टिकट बेच लेना, करोड़ में संजय यादव। ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, നമ്മളിപ്പോൾ കണ്ടത് നാടകീയമായ രംഗങ്ങൾ തന്നെയാണ്. പല തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു രംഗം ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. മഹാസഖ്യം മഹാപ്രതിസന്ധി നേരിടുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലിതാ സീറ്റിനായി കോടികൾ ആവശ്യപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട്, എന്നിട്ടും സീറ്റ് നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുൻപിലുള്ള വലിയ പ്രതിഷേധം നമ്മൾ കാണുന്നത്. അതെ, മഹാസഖ്യത്തിൽ സീറ്റ് ധാരണയെത്താത്തതാണ് പ്രതിസന്ധിയെങ്കിൽ ഇപ്പോൾ RJDയിൽ അത് പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം മദൻ ഷാ അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. മധുബൻ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലാലു പ്രസാദ് യാദവ് സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പട്ടിക വന്നപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. സീറ്റ് സന്തോഷ് കുശ്വാഹ എന്ന നേതാവിന് നൽകി. ഇതിലാണിപ്പോൾ മദൻ ഷാ പ്രതിഷേധവുമായി ലാലുവിൻ്റെ പട്നയിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ആദ്യം നേതാക്കൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കി, അതിനുശേഷം തൻ്റെ കുർത്ത കീറിയെറിഞ്ഞു. തുടർന്ന് റോഡിൽ കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. പൊട്ടിക്കരയുകയും ചെയ്തു മദൻ ഷാ. അദ്ദേഹം ആരോപിക്കുന്നത് RJDയിൽ തന്നെ രാജ്യസഭാ MP ആയ സഞ്ജയ് യാദവിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം അട്ടിമറിച്ചതെന്ന ആരോപണം മദൻ ഷാ ഉന്നയിക്കുന്നുണ്ട്. കാരണം തന്നോട് പണം ആവശ്യപ്പെട്ടു, 2 കോടി 70 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ആ പണം നൽകാതിരുന്നപ്പോഴാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചത് എന്നാണ് മദൻ ഷാ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവ് തൻ്റെ നേതാവാണ്, തൻ്റെ ഗുരുവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പോലും തേജസ്വി യാദവിനെതിരെ വലിയ വിമർശനം മദൻ ഷാ ഉന്നയിച്ചു. തേജസ്വി ധിക്കാരിയാണ്, ജനങ്ങളുമായി ബന്ധമില്ല എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. അത്തരത്തിൽ RJD നേതാക്കൾക്കെതിരെയും വലിയ വിമർശനം ഇപ്പോൾ മദൻ ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ രീതിയിൽ പ്രചാരണ വിഷയമാകും. കാരണം മദൻ ഷായുടെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ പിന്നീട് നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നു, RJDയുടെ അടക്കം പ്രവർത്തകരടക്കം അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPയും JDUയും ഈ വിഷയം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സീറ്റിനായി പണം ആവശ്യപ്പെട്ടു, കോഴ ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് മദൻ ഷാ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതൊരു പ്രചാരണ വിഷയമായി മാറാനും നിലവിൽ സാധ്യതയുണ്ട്. ഭവ്യ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.